മൈ പ്രൊഫസർ ഹസ്ബൻഡിന്റെ പാട്ട് 19 പിന്നെ ഞാൻ ഈ പാട്ട് ഒരാർമേനോട് പറഞ്ഞായിരുന്നു, പാട്ട് ഇങ്ങനെ സൈഡിൽ കൊടുക്കണം അല്ലെങ്കിൽ മാറി മാറി പോകുന്നത്. ഞാൻ പ്ലേലിസ്റ്റിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഓർഡർ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, മൈ പ്രൊഫസർ ഹസ്ബൻഡ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ കുറച്ച് നീണ്ടുപോകും. അപ്പൊ ചിലപ്പോ ഈ പാട്ട് 19 അങ്ങനെ നമ്മൾ പാട്ടിന്റെ എണ്ണം എടുക്കുമ്പോൾ ചിലപ്പോ കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഇത് ഏതായാലും പാട്ട് 19 ആണെങ്കിൽ ഞാനായിട്ട് നിങ്ങളെ പറഞ്ഞിട്ട് ലാഭമൊന്നും എടുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ സ്റ്റോറിയിലോട്ടോ. കഴിഞ്ഞ സ്റ്റോറി മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ, കഴിഞ്ഞ പാട്ട് വന്നിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിന്നെ എടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടിട്ട് ഇത് കാണാം. അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലോട്ടോ. ഓഹോ, അപ്പൊ നിനക്ക് ഒരാളെ കണ്ടറിയാവോ, അയാളുടെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ? അത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ചിലരെ കണ്ടാലേ അറിയാം അവരുടെ കൈയിരിപ്പൊക്കെ എങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവളുടെ സ്വഭാവം അതുപോലെ കാണാൻ തന്നെ എനിക്കറിയാം. നിങ്ങളെ മറപ്പന്നല്ലേ, അപ്പം ഏകദേശം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അമ്മയും പറഞ്ഞല്ലോ, ഞാൻ ഏതായാലും അവളെ ഒന്ന് കാണട്ടെ. വിയേട്ടൻ വന്നോ? ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു വിയേട്ടൻ എന്താ വരാത്തിന്. അവിടെ ഒരു വിയേട്ടനാണ് അത്ര. വിയേട്ടൻ ഈ പെണ്ണിന്റെ വിയേട്ടൻ വിളിക്കുന്നത് അവിടെ മുടച്ചെത്തണമെന്നല്ലേ ഉള്ളൂ, അല്ലാതെ കെട്ടിയിട്ടൊന്നും. ആരാ വിയേട്ടാ ഇത്? വിയേട്ടന്റെ കൂടെ അത് പിന്നെ ഇതെന്റെ വൈഫ് കുക്കി, നീ കണ്ടിട്ടില്ലല്ലോ. അതാ കുക്കിയോ? ഇതിന്റെ പേര് ഇവളെന്ത് ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റ് ഇവിടെ ആശുപത്രി ആയി പോയി. ഇതിലായിരുന്നു അവിടെ താറാമയുടെ അടുത്ത് പൊട്ടിക്കണമായിരുന്നു. നിങ്ങൾക്ക് എന്നെ പറ്റിയത് ഇവിടെ കൊയ്യുന്നാലും തല്ലി പിടിച്ചോട്ടെ കൊണ്ട് ഇടണമായിരുന്നു. അതായിരുന്നു വേണ്ട. ജനിക്ക് എന്നെ പറ്റി അത് പിന്നെ വേട്ട ചെറിയൊരു ആക്സിഡന്റ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാലും കാലിന് നല്ല വേദനയുണ്ട്. നിന്റെ കാലിന് കൈ ഒടിയുണ്ടായിരുന്നു, അതായിരുന്നു വേണ്ടേ. എന്തേലും പറഞ്ഞു? എന്ത് പറയാൻ, ഞാനൊന്നും പറഞ്ഞില്ല. ഈ കുട്ടിയൊന്നും മിണ്ടില്ലേ? വന്നപ്പോ മുതൽ ഇങ്ങനെ മോതയെ കുത്തി ഉറപ്പിച്ച് നിക്ക. അല്ല വേട്ടാ, ഇവക്കെന്താ ജോലി? അത് പിന്നെ ഇവള് പഠിച്ചോണ്ടിരിക്ക എന്റെ കോളേജിൽ തന്നെ. ഓ ഇവിടെ പഠിച്ചോണ്ടിരിക്കുന്നുള്ളൂ, എന്നിട്ടാണോ ഇങ്ങനെ? അപ്പം വിയേട്ടനോട് പ്രൊഫസറല്ലേ? ഇപ്പൊ പ്രൊഫസറിനെ വളച്ചെടുത്തല്ലേ? ആരുടെ പ്രൊഫസറിനെ വളച്ചെടുത്ത? കുറെ നേരം ഞാൻ മിണ്ടാതിരിക്കുന്നു. ഞാൻ വളച്ചെടുത്തൊന്നുമല്ല. എനിക്ക് ഒരു പ്രപ്പോസൽ വന്നു, അതിന്റെ പ്രൊഫസറാണ് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ലാസ്റ്റ് അറിഞ്ഞു. പിന്നെ വീട്ടുകാർ പറഞ്ഞോണ്ട് മാത്രം ഞാൻ സമ്മതിച്ചു, അല്ലാതെ ഞാൻ കണ്ടവരൊന്നും വളച്ചെടുക്കുന്ന പരിപാടി ഒന്നും എനിക്കില്ല. എന്നാ ചെന്നി ഞങ്ങള് പോവാ. അയ്യോ വിയേട്ടൻ പോവാണോ? കുറച്ചേരം കൂടെ നിന്നിട്ട് പോയേട്ടാ. ചെന്നി എനിക്കറിയാം. പിന്നെ ഇവിടെ നിക്കണം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമയമില്ല. കുക്കിയുടെ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ ഇവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഞാനിവിടെ നിന്നാല് എങ്ങനെ? അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഞാൻ പോയിട്ട് പിന്നെ വരാം. അങ്ങനെ അവരെ വീട്ടിലിരുന്നു കുറച്ച് സമയമൊക്കെ. ഒന്നറിയാത്ത മാനിനെപ്പോലെ ഇവിടെ പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ഞാൻ പുസ്തകം വായിച്ചോണ്ടിരുത്ത വിയേട്ടാ. ഓ എന്താ കുക്കി, നീ എന്തിനാ ഇങ്ങനെ അവിടെ നൊച്ച കൊടുക്കണേ? ഞാൻ ഇവിടെ വായിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ, എന്റെ വായിക്കാനുള്ള കോൺസെൻട്രേഷനും കൂടെ കളഞ്ഞു. എന്താ നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ? നിങ്ങൾക്ക് ഞാൻ കോൺസെൻട്രേഷൻ ഉണ്ടാക്കി തരാം. താഴോട്ട് വന്നേ, അമ്മ വിളിക്കുന്നു കഴിക്കാൻ. അങ്ങനെ അവരെല്ലാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അയ്യോ അമ്മ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? അമ്മയ്ക്കൊന്നും അതേ വയ്യ, എനിക്കാണ് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അമ്മ ഈ ജോലിയൊന്നും ചെയ്യുന്നത് ശരിയല്ലല്ലോ. വിയേട്ടനാണ് ഇവിടെ ഒരു പണിയില്ലാതെ നിൽക്കാണ്. വിയേട്ട അങ്ങോട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചേ. ഞാനോ? ഞാൻ പാത്രം കൈയെടുക്കാനോ? നീ എന്നോടാണോ പറഞ്ഞേ? പിന്നെ ആരോടാ? ഞാൻ വിയേട്ടനോടല്ലേ പറഞ്ഞേ. അമ്മയ്ക്കാണ് വയ്യ, അമ്മയെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതൊട്ട് ശരിയല്ല. പിന്നെ എനിക്കാണ് വിയേട്ടൻ എക്സാം പറഞ്ഞേക്കുക, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. പക്ഷെ എക്സാമിന് പഠിക്കാണ്ടിരുന്ന വിയേട്ടൻ എന്നെ കോളേജിൽ വെച്ചിട്ട് വഴക്കുറയും. വിയേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് കോളേജിൽ വൈഫൊന്നും ഇല്ല, സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫസറാണ്. അതുകൊണ്ട് എനിക്കും ഈ കാര്യത്തിൽ വിയേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അമ്മയെ കൊണ്ട് ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ വിയേട്ടൻ. അതുകൊണ്ട് അങ്ങോട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്ക്.
ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് മോനെ, ഓൾ ദി ബെസ്റ്റ്. നിനക്ക് ഇങ്ങനത്തെ പണിയൊന്നും പരിചയമില്ലല്ലോ, ഇനി വെച്ച് ഞാൻ മോനെ ഹെൽപ്പ് ചെയ്യുന്ന മോൻ പ്രതീക്ഷിക്കണം കേട്ടോ. പറ്റുവാണെങ്കിൽ ആ പാത്രമൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയി കിടക്കണേ. പിന്നെ ഇത് നീ തന്നെ മേടിച്ചു വെച്ച പണിയാണല്ലോ, അനുഭവിച്ചോ. ഏതായാലും ഞാനൊന്ന് പോയി കിടക്കട്ടെ, എനിക്ക് നല്ല ക്ഷീണം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മച്ചൻ തന്നെ. എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ മരുമോന്റെ തീരുമാനത്തിന്റെ കൂടെയാണ് ഞാനും. പിന്നെ നിന്റെ അമ്മയെ നോക്കണ്ട, നിന്റെ അമ്മയും അവളുടെ കൂടെ തന്നെയാണ്. ഓക്കേ. ആ സമയത്ത് നമ്മുടെ എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. ഇത് മനുഷ്യന്റെ അത്യാവശ്യമായിട്ട് ഒരു പണി ചെയ്തോണ്ടിരിക്കുന്നത്. ഹലോ, എന്താ ഇപ്പൊ വിളിച്ച്? നീ പിന്നെ ഞാനൊരു വല്ലാത്ത പണിയില്ല, പാത്രം കഴുക. എന്നൊന്ന് പാത്രം കഴുകുന്നോ? വൈഫിന്റെ പണിഷ്മെന്റ് ആണ്. എന്തിന്? ഇന്ന് എന്റെ മോറപ്പണ്ണിന് ആക്സിഡന്റ് ആയിട്ട് ഞാനും അവളും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അതിന് എന്റെ വൈഫിക്ക് ജലസരിച്ചു പണിഷ്മെന്റ്, പാത്രം കഴുകൽ. അത് ചെയ്തുകൊണ്ടിരിക്കുക. ബെസ്റ്റ്. ഏതായാലും ഞാൻ കണ്ടിന്നെ, ഞാൻ പിന്നെ വിളിക്കാം. ആടാ ഈ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കരുത്. ഞാൻ എങ്ങനെ ഒന്ന് സഹായിക്കാനാ? ഏതായാലും നീ ഇത് ചെയ്തു. അപ്പൊ ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വിളിക്കാം നിന്നെ.